الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മുത്തഖിയായി ജീവിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പരീക്ഷണമായിട്ടാണല്ലോ നമുക്ക് ദുനിയാവിൽ ജീവിതം നൽകിയിരിക്കുന്നത്. തിന്മകൾ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ധാരാളമായി നമ്മുടെ മുമ്പിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളും രംഗങ്ങളും അഥവാ സീസണുകൾ ഇന്ന് നമ്മൾ പറയാറ് സീസണുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ തുറന്നു തരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു രംഗത്തിലാണ് നമ്മളിപ്പോ ഉള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകാര്യമായി കൊണ്ടുള്ള വർഷങ്ങളെക്കുറിച്ചും മാസങ്ങളെക്കുറിച്ചും അതിൽ ശ്രേഷ്ഠമായതിനെക്കുറിച്ചും അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറുമൻ. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മാസങ്ങൾ 12 ആണെന്നും അതിൽ 4 മാസങ്ങൾ പവിത്രമായ 4 മാസങ്ങളാണ് എന്നാണ്. ആ പവിത്രമായ മാസങ്ങൾ യുദ്ധങ്ങൾ നിഷിദ്ധമായ മാസങ്ങളാണ്. ആ മാസങ്ങളാണ് ഒന്ന് ദുൽഖഅദ്, ദുൽഹിജ്ജ, മുഹറം, പിന്നെ റജബ് എന്ന മാസവുമാണ്. ഈ 3 മാസങ്ങൾ അടുപ്പിച്ചുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ദുൽഖഅദ് മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ദുൽഹജ്ജ് പിറക്കുകയാണ്. ആ ദുൽഹജ്ജ് എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വൽ ഫജ്ർ വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ സൂറത്ത് ഫജ്റിൽ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള വൽ ഫജ്ർ പ്രഭാതം തന്നെയാണ് സത്യം, വലയാലിൻ അശ്ർ 10 രാത്രികൾ തന്നെയാണ് സത്യം, വശഫഅ ഇരട്ട തന്നെയാണ് സത്യം, വൽ വത്ർ ഒറ്റ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്ത ഇതിനെ സംബന്ധിച്ചും ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത് അത് ഈ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ ദിവസം 10 ദിവസങ്ങളെ സംബന്ധിച്ചാണ് എന്ന് ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായങ്ങളുണ്ട്. അത് മുഹറത്തിലെ 10 ദിവസമാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്, റമദാനിലെ അവസാനത്തെ 10 ആണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. പക്ഷേ ഹദീസുകളിൽ വന്നിട്ടുള്ളതും
സ്വഹാബത്ത് ഏറെക്കുറെ അഭിപ്രായപ്പെട്ടിട്ടുള്ളതുമാണ് ഈ ദുൽഹജ്ജ് മാസത്തിന്റെ 10 ദിവസങ്ങൾ ശ്രേഷ്ഠമായ കാര്യമായതുകൊണ്ടാണ് അള്ളാഹു സത്യം ചെയ്തത് എന്ന്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ മാ മിൻ അയ്യാമിൻ ഒരൊറ്റ ദിവസവും തന്നെയില്ല, പകലുകളുമില്ല എന്നും അർത്ഥം പറയാം. ഒരൊറ്റ ദിവസവും തന്നെയുമില്ല അൽ അമലു സ്വാലിഹു ഫീഹാ അതിൽ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത് അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം യാനി അശ്റു ദിൽഹിജ്ജ. ഈ ദിവസങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതിന് സൽക്കർമ്മങ്ങൾക്ക് ഏറ്റവും പുണ്യകരമായ മറ്റൊരു ദിവസവും ഇല്ല, ദിവസങ്ങളില്ല എന്നാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിച്ചു വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം നടത്തുക എന്നുള്ളതും ഇല്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലൽ ജിഹാദു ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ധർമ്മസമരം നടത്തുന്നതും ഈ 10 ദിവസത്തിലെ പുണ്യങ്ങളെക്കാൾ ശ്രേഷ്ഠമായതല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കർമ്മമല്ല എന്നാണ്. അപ്പൊ ഈ ദിവസങ്ങളിലുള്ള സൽക്കർമ്മങ്ങളൊക്കെ തന്നെയും ഏറെ പുണ്യകരമാണ് എന്നാണ്. സൽക്കർമ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള എല്ലാം ചെയ്യാവുന്നതാണ്. അതിൽപ്പെട്ടത് തന്നെയാണ് നമസ്കാരങ്ങളും റവാത്തിബ് സുന്നത്തുകളും അതേപോലെ ദിക്റുകളും ദുആകളും ഒക്കെ. ഏറ്റവും കൂടുതൽ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞതാണ് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കുക, ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നും ഈ ഹദീസിൽ നിന്നും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നോമ്പും പ്രത്യേകമായി സുന്നത്താണ് എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. 10 ദിവസങ്ങളിൽ 9 ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത് 10ാമത്തെ ദിവസം പെരുന്നാളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 10 ദിവസങ്ങളിൽ നോമ്പ് നോറ്റിരുന്നില്ല എന്നും ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തല്ലാത്ത കൊണ്ടല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങൾ ചെയ്തു പോയാൽ അത് നിർബന്ധമാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടതായിരുന്നു എന്നും ഹദീസുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് തന്നെ കാരണങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. അപ്പോ സഹാബമാരിൽ പലരും ആ നോമ്പ് നോറ്റിരുന്നു. നോമ്പ് നോൽക്കൽ പുണ്യകരമാണ്. അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ശ്രേഷ്ഠമായ ഈ ദിവസത്തിൽ പുണ്യങ്ങൾ നേടാനുള്ള ഒന്നാണ് ഏറ്റവും നല്ല മതവിശ്വാസിയായി ജീവിക്കുക എന്നുള്ളത്. ആരാണ് ഏറ്റവും നല്ല മതവിശ്വാസി? വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹുഹു ലില്ലാഹ് വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ. വമൻ അഹ്സനു ദീന ഏറ്റവും നല്ല മതവിശ്വാസി ആരാണുള്ളത് എന്നാൽ നമ്മൾ നല്ല വിശ്വാസിയായി മാറണമെങ്കിൽ ദീനുള്ള ആളാണ് എങ്കിൽ നമ്മളെ പറ്റി ആരായിരിക്കണം? നമ്മൾ നമ്മുടെ വജ്ഹിനെ അല്ലാഹുവിലേക്ക് തിരിച്ചവനായിരിക്കണം, അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്നവനായിരിക്കണം. മാത്രമല്ല വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ ഋജുമനസ്കനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ സ്വീകരിക്കുകയും ചെയ്തവനാണ് ഏറ്റവും നല്ല മതവിശ്വാസി എന്നാണ്. ഇബ്രാഹിം നബിന്റെ മില്ലത്ത് എന്താ? ഒരുപാട് കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളുണ്ട്. അക്കാര്യത്തിൽ പെട്ടതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പനകളിൽ ഒന്നായിരുന്നു തന്റെ മകനെ അറുക്കുക എന്നുള്ളത്. നമ്മൾ അതിനെ കുറിച്ച് കേട്ട് മനസ്സിലാക്കിയതാണ്. പക്ഷേ വിശുദ്ധ ഖുർആനിൽ നിന്ന് തന്നെ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല, 90 വയസ്സാകുന്നവരെ മക്കൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചു റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ ഫബശർനാഹു ബിഗുലാമിൻ ഹലീം ഫലമ്മാ ബലഗ മാഹു സഅയ ഖാല യാ ബുനൈ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. അദ്ദേഹം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, റബ്ബേ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അല്ലാഹു അദ്ദേഹത്തിന് ഒരു സഹനശീലനായ ക്ഷമയുള്ളവനായ ഒരു കുട്ടിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി എന്നാണ്. വലമ്മാ ബലഗ മാഹു സഅയ അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാണ് മക്കൾ. ആ മകനാണ് ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ കൂടെ നടക്കാനും പണിയെടുക്കാനും ഒക്കെയുള്ള പ്രായമാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, അദ്ദേഹത്തെ അറുക്കാൻ വേണ്ടി കൽപ്പിച്ചു എന്നാണ്. മകനെ അറുക്കാൻ വേണ്ടി സ്വപ്നം കാണുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട് നിന്നെ അറുക്കാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം പറയാ അല്ലയോ പിതാവേ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക എന്നാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കുട്ടിയെ വിളിച്ചത് പറയുകയും അറുക്കാൻ വേണ്ടി മിനായിലേക്ക് കൊണ്ടുപോവുകയും
അവർ രണ്ടുപേരും അള്ളാഹുവിന്റെ കൽപ്പനക്ക് കീഴ്പ്പെട്ടു. ആരാ രണ്ടുപേര്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. എങ്ങനെ അങ്ങനെ നെറ്റി ചെരിച്ചു കിടത്തിയെന്നാണ്, അറക്കാൻ വേണ്ടി ചെരിച്ചു കിടത്തിയപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അല്ലയോ ഇബ്രാഹിം എന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിളിക്കുകയും താങ്കൾ താങ്കളുടെ സ്വപ്നം സത്യസന്ധമായി പുലർത്തിയിരിക്കുന്നു എന്നും അറക്കാൻ തുടങ്ങുമ്പോഴേക്ക് തന്നെ അള്ളാഹു വിളിച്ചുകൊണ്ട് അതിന് പകരമായി അള്ളാഹു നൽകി മഹത്തായ ഒരു മൃഗത്തെ, ശ്രേഷ്ഠമായ ഒരു മൃഗത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം നൽകിയെന്നാണ്. അങ്ങനെ അന്നു മുതൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു മാർഗം ജനങ്ങൾ പിന്തുടർന്നു പോരുകയാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് പുണ്യകരമായ ഒരു കർമ്മമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു, അറുക്കുക എന്നുള്ളത്. വലികുല്ലി ഉമ്മത്തിൻ, ഓരോ ഉമ്മത്തിനും ജഅൽനാ മൻസക, അല്ലാഹു സുബ്ഹാനഹു വ തആല ബലികർമ്മങ്ങൾ എല്ലാ ഉമ്മത്തുകൾക്കും നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ്. എന്തിനു വേണ്ടിയാണ്? ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അനാം, അല്ലാഹു നൽകിയിട്ടുള്ളതായ മൃഗങ്ങളെ, ആ മൃഗങ്ങളെ അറുക്കുമ്പോൾ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് അറുക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മൻസക് അഥവാ ബലികർമ്മത്തെ, ആരാധനാ കർമ്മമായ ബലികർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. എന്തിനെയാണ് അറുക്കേണ്ടത്? അറുക്കേണ്ടത് തന്നെ വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശആഇരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബുദൻ എന്ന് പറഞ്ഞാൽ ബലിമൃഗം എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥത്തിൽ തന്നെ ഒട്ടകങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒട്ടകങ്ങളെ, മാടുകളെ അറുക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പുണ്യകരമായ ഒന്നാണ് ബലികർമ്മങ്ങൾ നിർവഹിക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് ബലികർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇത്തരം ആ മൃഗങ്ങളെ നമുക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കദാലിക സഖർനാഹാ ലക്കും ലഅല്ലക്കും തശ്കുറൂൻ. അപ്രകാരം മൃഗങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു, അർക്കാൻ വേണ്ടി സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തിനു വേണ്ടി? ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിനെ നന്ദി കാണിക്കാൻ വേണ്ടി. അല്ലാഹുവിനോടുള്ള നന്ദിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ അറിവ് നടത്തുമ്പോൾ പ്രകടിപ്പിക്കുന്നത് എന്നാണ്. മാത്രവുമല്ല, ഇത് അല്ലാഹുവിന്റെ ചിഹ്നമാണ്. ഏത്? ബലി അർക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ് എന്നാണ്, അടയാളങ്ങളാണ്. ആ അടയാളത്തെ കുറിച്ച് തന്നെ ഖുർആനിൽ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടയാളം എന്നുള്ളത് നമ്മുടെ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആരാണോ ബഹുമാനിക്കുന്നതെങ്കിൽ അത് ഹൃദയത്തിന്റെ ഭക്തിയാണെന്നാണ്. അപ്പൊ നമുക്ക് ഭക്തി ഉണ്ട് എങ്കിൽ, ഭക്തരായ ആളുകളാണോ ഞാൻ, എനിക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമുണ്ടോ ഇല്ലയോ എന്ന് തെളിയിക്കാനുള്ള ഒരു കർമ്മമാണ് ബലികർമ്മം നിർവഹിക്കുക എന്നുള്ളത്. നമ്മൾ ബലികർമ്മം നിർവഹിക്കാത്ത ആളുകളാണെങ്കിൽ ഭക്തി കുറഞ്ഞ ആളുകളാണ് എന്നതാണ് ഖുർആനിന്റെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആരാണോ ബഹുമാനിക്കുന്നതെങ്കിൽ അത് ഹൃദയങ്ങളുടെ ഭക്തിയിൽപ്പെട്ട കാര്യമാണെന്നാണ്. ഇപ്പൊ ഭക്തിയുള്ളവരൊക്കെ തന്നെയും ബലികർമ്മം നിർവഹിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരുന്നത്. മാത്രവുമല്ല, കൽപ്പനകളുണ്ട്. ഫസല്ലി ലിറബ്ബിക വൻഹർ, നിന്റെ രക്ഷിതാവിന് വേണ്ടി നീ ബലിയർക്കുകയും നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അത് പുണ്യകരമായ ഒരു കർമ്മമായി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ വർഷവും ഉദ്ഹിയ്യത്ത് നിർവഹിച്ചിരുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത് എന്തിനായിരുന്നു എന്നുള്ളതും ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. മുമ്പൊരാഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ആടിനെയാണ്, രണ്ടാടുകളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറുത്തിരുന്നത്. എന്നാൽ അവസാനത്തെ വർഷത്തിൽ ഹജ്ജിന് പോയത് കൊണ്ട് തന്നെ മിനായിൽ വെച്ച് അറുത്തപ്പോൾ അതിനെ 100 ഒട്ടകങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത്. അപ്പോൾ ആടുകളെ അല്ല അറുത്തിട്ടുള്ളത്. സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ ആ ശേഷിക്കനുസരിച്ച് കൊണ്ടാണ് അറുക്കേണ്ടത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ഉദ്ഹിയ്യത്ത് അറുക്കുന്ന കാര്യത്തിൽ അതിൽ പുണ്യകരമായ കാര്യങ്ങളും അതിൽ ശ്രേഷ്ഠമായ കാര്യങ്ങളും ഒക്കെ വിശദീകരിക്കുന്നുണ്ട് ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നുമായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അറിവ് എന്നുള്ളത് ബലിമൃഗങ്ങളാകേണ്ടത് എന്തിനെയാണ്? ബഹീമത്തുൽ അൻആമാണ്. ബഹീമത്തുൽ അൻആം എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങളും മാടുകളും ആടുകളുമാണ്. മറ്റ് ജന്തുക്കളെ പിടിച്ചുകൊണ്ട് ബലികർമ്മം നിർവഹിച്ചാൽ അത് ശ്രേഷ്ഠമാവുകയില്ല, പുണ്യകരമാവുകയില്ല. അഥവാ മറ്റുള്ള ജന്തുക്കളെ പിടിച്ചർത്താൽ, കോഴിനെ അർത്താൽ തന്നെ
അറുത്തു എന്നുള്ളത് കൊണ്ട് അത് പ്രതിഫലമായിട്ട് നമുക്ക് ലഭിക്കുകയില്ല. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ ബലിമൃഗങ്ങൾ ഇത്രയും കൂടുതൽ അറുക്കുന്നത് കാണുമ്പോൾ ചില ആളുകൾക്ക് തോന്നും ജന്തുക്കളെ എന്തിനാണ് കണ്ണിച്ചോറയില്ലാതെ ഇങ്ങനെ അറുത്തുകൊണ്ടിരിക്കുന്നത്, ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്നാൽ അത്തരം ആളുകൾ ആടുകളെ അറുക്കുന്നില്ലെങ്കിലും അവർ കോഴികളെ അറുക്കുന്നുണ്ട്. ഇനി അതുമല്ലെങ്കിൽ മത്സ്യങ്ങളെ തന്നെ പിടിച്ചുകൊണ്ട് നിന്നുന്നവരുണ്ട്. ഇതൊക്കെ ജീവനുള്ളവയാണ്. ആ ജീവനുള്ളവയെ എന്തിനാണ് നശിപ്പിക്കുന്നത് എന്ന് തോന്നുന്നില്ല. മറിച്ച് അവരാരും അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ചില ആളുകൾ അതിനെ കളിയാക്കാറുണ്ട്. അവർ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമുഖത്തുള്ള മുഴുവൻ ജന്തുജാലങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഭൂമിയുള്ളത് മുഴുവൻ അല്ലാഹു മനുഷ്യരായ നമ്മുടെ ഉപകാരങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി തന്നതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ജന്തുക്കളൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു പഠിപ്പിച്ചതായ ഈ ചിഹ്നങ്ങളിൽപ്പെട്ട ബലികർമ്മങ്ങൾ, ഈ ബലിമൃഗങ്ങളെ തന്നെ നമ്മൾ അറുക്കണം. അത് ഒന്ന് ഒട്ടകമാണ്, മറ്റൊന്ന് മാടുകളാണ്, മറ്റൊന്ന് ആടുകളാണ്. ഇനി രണ്ടാമതായി അതിൽ ശ്രദ്ധിക്കാനുള്ളത്, അവയ്ക്ക് ചില പ്രായങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒന്ന് പിടിച്ചറക്കുക എന്നുള്ളതല്ല, പ്രായങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്നാണ്. ചെമ്മരി ആടാണെങ്കിൽ 6 മാസമായാൽ നമുക്കതിനെ അറക്കാം. കോലാടാണെങ്കിൽ, ചെമ്മരിയാടല്ലാത്ത ആടുകൾ, അത്തരം ആടുകളാണെങ്കിൽ 1 വയസ്സാകുമ്പോഴാണ് അതിന് അറവ് പ്രായമായിട്ടുള്ളത്. എന്നാൽ മാടുകളെ സംബന്ധിച്ചിടത്തോളം, മൂരികളും കാളകളും എന്ന് പറയുന്ന അത്തരം മൃഗങ്ങൾ, പോത്തുകളെ, ഇതിനൊക്കെ സംബന്ധിച്ചിടത്തോളം 2 വയസ്സാവുക എന്നുള്ളതാണ്. ഈ ഒട്ടകങ്ങളാണെങ്കിൽ 5 വയസ്സ് അതിന് തികയുക എന്നുള്ളതാണ്. ഇത്തരം പ്രായം തികയുമ്പോഴാണ് ഇതിനെ ഉളുഹിയ്യത്ത് അറക്കുക എന്നുള്ളത്. പിന്നെ മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇതിൽ ശ്രേഷ്ഠമായ കാര്യം ഏതാണ്? ശ്രേഷ്ഠമായ കാര്യം എന്നുള്ളത് ഒട്ടകങ്ങളെ അറുക്കുന്നതിലാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് തന്നെ മനസ്സിലാക്കാം. എങ്ങനെയാണ് അത് മനസ്സിലാക്കുന്നത്? പള്ളിയിലേക്ക് ആദ്യ സമയത്ത് എത്തുന്നവരായ ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പള്ളിയിലേക്ക് ആദ്യ സമയത്ത് എത്തുന്നവരായ ആളുകൾ അവൻ ഒരു ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണെന്നാണ്. രണ്ടാമത്തെ സമയത്ത് എത്തിയാൽ അത് മാടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. മൂന്നാമത്തെ സമയത്ത് എത്തിയാൽ ആടിനെ അറുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ധർമ്മം, അറിവ് നടത്തുക, ദാനധർമ്മങ്ങളിൽ ഏറ്റവും പുണ്യകരമായിട്ടുള്ളത് അത് ഒട്ടകങ്ങളെ അറുക്കലാണ് എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ അവർ മനസ്സിലാക്കിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെയാണല്ലോ അറുത്തത്, അതുകൊണ്ട് ആടുകൾ അറുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് മനസ്സിലാക്കാതെ പറയുന്നത് കൊണ്ടാണ് ഈ ഹദീസ് അവരുടെ മനസ്സിൽ ഓർമ്മ വരുന്നില്ല. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അവസാനത്തെ വർഷത്തിൽ മക്കയിൽ വെച്ചുകൊണ്ട് നിർവഹിച്ച ഒട്ടകങ്ങളെ അറുത്തു. അങ്ങനെ ആടിനെയല്ലല്ലോ അറുത്തത്, ഒട്ടകങ്ങളെയാണ് അറുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ശ്രേഷ്ഠമായ മൃഗമായ ഒട്ടകത്തന്നെ ഉളുഹിയ്യത്ത് അറുക്കുന്ന, ഹദിയ അറുക്കുക എന്നാണ് മക്കയിൽ അറുക്കുമ്പോൾ പറയാ, അത് നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം എന്താണ് ഈ പറയുന്ന ഉദ്ദേശം? നമുക്ക് ഇവിടെ ജീവിക്കുന്നത് തന്നെ, ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന ഓരോ നിമിഷവും ഓരോ സന്ദർഭവും പുണ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് മരിക്കുന്നതിന് മുമ്പ് നമുക്ക് പുണ്യങ്ങൾ നേടാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഈ മാസത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമായി ഉളുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരാൾ ഒരു മൃഗത്തെ തന്നെ, വിശിഷ്യ ഒരൊട്ടകത്തെ സ്വന്തമായി അറുത്താൽ അത് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് എന്ന് മനസ്സിലാക്കണം. അത് കഴിയാത്ത ആളുകളോ ഒട്ടകത്തെ അറുക്കാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ മാടുകൾ അതിന് പുണ്യമുണ്ട്. ഇനി ഇതിനെ ഒന്നിച്ച് ഒരാൾക്ക് ഒരു ഒട്ടകത്തെയോ ഒരു മാടിനെയോ അറുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 ആളുകൾക്ക് അതിൽ പങ്കാളികളാവാം. 7 ആളുകൾ ചേർന്നുകൊണ്ട് ഒരു മൃഗത്തെ അറുക്കാം, ഒരു കാളയെ അറുക്കാം, ഒട്ടകത്തെ അറുക്കാം. ഇനി അതിനുശേഷമുള്ളതാണ് ആട്. ഒരു ആട് അറുക്കുക എന്നുള്ളത് ഒരു വീട്ടിലെ ആളുകൾക്ക്, ആ വീട്ടിൽ എത്ര ആളുണ്ടെങ്കിലും ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഒരാട് അറുത്താൽ അതിന്റെ പുണ്യം അയാൾക്ക് ലഭിക്കും. എന്നാൽ കൂടുതൽ പുണ്യം കിട്ടാൻ കൂടുതൽ ആടുകൾ ഇറക്കാം, കൂടുതൽ ഒട്ടകങ്ങൾ ഇറക്കാം. അപ്പോൾ കൂടുതൽ പുണ്യങ്ങൾ ലഭിക്കും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 100 ഒട്ടകങ്ങളെ അറുത്തതുപോലെ. അപ്പൊ അവിടെ മനസ്സിലാക്കാതെ അതാണ്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനെ സംബന്ധിച്ച് തന്നെ വയസ്സുകൾ കഴിഞ്ഞു. പിന്നീട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിന്റെ സമയത്തെ സംബന്ധിച്ചാൽ എപ്പോഴാണ് ഇതിനെ അറുക്കേണ്ടത്. നമ്മൾ പല ആളുകളും അറിയാത്ത കാര്യങ്ങളുണ്ട്. ആ ഒട്ടക ഈ അറിവ് നടത്തുമ്പോൾ, ആടായാലും ഒട്ടകമായും ബലിമൃഗം എന്ന് പറയാം,
ബലി അറുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും നമസ്കാരത്തിന്റെ മുമ്പായിട്ടാണ് അതിനെ അറുത്തതെങ്കിൽ, വമൻ ദബഹ ഖബല സ്വലാ, ആരെങ്കിലും നമസ്കാരത്തിന്റെ മുമ്പായി അതിനെ അറുത്താൽ അവൻ ഫൽയുഇദ്, അവൻ വീണ്ടും അറുക്കട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതേപോലെ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോമൻ ലഹാ ബഅദ സ്വലാ, നമസ്കാരത്തിന് ശേഷം ഒരാൾ ബലികർമ്മം നിർവഹിച്ചാൽ അയാൾ ഫഖദ് അതമ്മ നുസ്ഖഹു, അയാളുടെ ബലികർമ്മത്തിന്റെ പൂർത്തീകരണം, ആരാധനാകർമ്മം അയാൾ പൂർത്തീകരിച്ചിരിക്കുന്നു. മാത്രമല്ല സുന്നത്തിനെ അദ്ദേഹം പിന്തുടരുകയും ചെയ്തിരിക്കുന്നു. ഈ ഹദീസ് കേട്ടങ്ങനെ പോയാ പോരാ. ഒരാള് നമസ്കരിക്കുന്നതിന് മുമ്പ് അറുത്താൽ അയാൾ അറുത്തത് ഫലിനഫ്സിഹി എന്നാണ് മറ്റൊരു റിപ്പോർട്ടുള്ളത്. ഫലിനഫ്സിഹി, അയാൾക്ക് തിന്നാൻ വേണ്ടി അറുത്തു എന്നുള്ളതേ ഉള്ളൂ എന്നാണ്. വിശ്വാസികൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പോണത്? പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കർമ്മമല്ല ഉളുഹിയ്യത്ത്. ചില ആളുകൾ അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. എന്നിട്ട് എന്ത് ചെയ്യും? ബലിമൃഗങ്ങളെ പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകാൻ ഇന്ന സ്ഥലത്ത് അറുക്കാൻ നമ്മളിവിടെ പൈസ കൊടുക്കാനുള്ള രീതിയിൽ ചെയ്യാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു കർമ്മമല്ല ഈ കർമ്മം. മറിച്ച് ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാം, നമസ്കാരത്തിന്റെ മുമ്പ് അറുത്താൽ അത് പുണ്യം കിട്ടുന്നതല്ല, അത് അവർക്ക് തിന്നാനുള്ള ഒരു ഭക്ഷണമായിട്ട് മാത്രമേ ലഭിക്കുള്ളൂ. എങ്കിൽ ഇത് ഈ കർമ്മം എന്നുള്ളത്, ഉളുഹിയ്യത്തിന്റെ കർമ്മം എന്നുള്ളത്, അതിന് പ്രത്യേകമായ സമയത്ത് ആ സന്ദർഭം നോക്കിക്കൊണ്ട് അറുക്കുമ്പോഴാണ് ലഭിക്കുക. അപ്പോൾ അതുണ്ടായിരിക്കണം, അതാത് വ്യക്തികൾ അറുക്കുന്നതാണ്, നമ്മൾ അറുക്കുമ്പോഴാണുള്ളത്. ഇനി അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിന്റെ മാംസം വേറെ രാജ്യത്തേക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളതല്ല. മാംസം നമുക്ക് മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുത്തയക്കുന്നതിന് വിരോധമില്ല. ഇതുപോലെ മക്കയിൽ നിങ്ങൾക്കറിയാലോ, എന്തിനാണ് മിനായിൽ വെച്ച് എല്ലാവരും അറുക്കുന്നത്? 25 ലക്ഷം ആളുകളാണ് അവിടെ അറുക്കുന്നത്. ഈ 25 ലക്ഷം ആളുകൾ അറുത്താൽ ഇത്രയും മൃഗങ്ങള് എന്തിനാണ് മാംസം അവിടെ ആരാൾ കഴിക്കുന്നത്? അതൊക്കെ നേരത്തെ പൈസ നടക്കല്ലേ? നേരെ പൈസ അടച്ചാൽ അതൊക്കെ ആഫ്രിക്കയിലോ പാവപ്പെട്ട രാജ്യങ്ങളിലോ അറുത്താ പോരാ. അത് മിനായിൽ വെച്ച് അറുക്കുമ്പോഴാണ് പുണ്യമുള്ളത്. അങ്ങനെ മിനായിൽ വെച്ച് അറുക്കുന്നു. അവിടെ വെച്ചുകൊണ്ട് തന്നെ അത് പാക്ക് ചെയ്തുകൊണ്ട്, മാംസം പാക്ക് ചെയ്തുകൊണ്ട് പാവപ്പെട്ട പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. അത് അനുവദനീയമാണ്, അത് പുണ്യമാണ്. കാരണം അവരുടെ കർമ്മം കഴിഞ്ഞു. അറിവ് നടത്തുക എന്നുള്ളതാണ് അവർക്ക് പുണ്യമായിട്ടുള്ളത്. മാത്രവുമല്ല, അതിൽ നിന്ന് അറുത്തവൻ തിന്നലും പുണ്യകർമ്മമാണ്. നമ്മൾ അറുത്താൽ നമ്മൾ തിന്നൽ പുണ്യകർമ്മമാണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ തന്നെ അറുക്കലും പുണ്യകർമ്മമാണ്. നമ്മൾ സ്വന്തം ആരാണോ അതിൽ പങ്കാളിയായത്, 7 ആളുടെങ്കിലും ഒരാൾ അറുത്താൽ മതി. ആ പങ്കാളിയായ ആള് അത് അറുക്കലും പുണ്യകർമ്മമാണ്. ഇതൊന്നും പല ആൾക്കാരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം പുണ്യകർമ്മമായ ഒരു കാര്യമായിട്ടാണ് നമ്മൾ അതിനെ കാണുന്നത്. ആ രൂപത്തിൽ തന്നെ ഉളുഹിയ്യത്ത് നമ്മൾ നിർവഹിക്കണം. അതിന്റെ സമയത്തും സന്ദർഭത്തിലും നമ്മൾ നിർവഹിക്കണം. നാലാമതായി നമ്മൾ ചിന്തിക്കാറുള്ളത്, ബലിമൃഗം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് ആൾക്കാർ ഷെയർ കൂടിയിട്ട് ഒരു മൃഗത്തെ പിടിച്ച് അറുക്കാനല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ലാ തജൂസു ഫിൽ അവാഹി, 4 എണ്ണം ലാ തജൂസു ഫിൽ അവാഹി, ഉളുഹിയ്യത്ത് അറുക്കുന്നതിൽ അനുവദനീയമല്ല. അപ്പൊ നമ്മൾ ഏതെങ്കിലും പിടിച്ചെടുത്താൽ പോരാ. എങ്ങനെയായിരിക്കണം? ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഔറാ അൽ ബയ്യിനുൻ ഔറുഹാ, അൽ ഔറാ ബയ്യിനുൻ ഔറുഹാ, അതിന്റെ കണ്ണിന്റെ കോങ്കണ്ണുകൾ അത് വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ അത് പറ്റുകയില്ല. അതേപോലെ തന്നെ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മരീദു ബയ്യിനുൻ മർഹുഹാ, രോഗമുള്ള മൃഗം, ആ രോഗം വ്യക്തമായി കാണുന്നുണ്ട്, പ്രകടമായി കാണുന്നുണ്ട് എങ്കിൽ അത്തരം മൃഗങ്ങളെയും ഉളുഹിയ്യത്ത് അറുക്കൽ അനുവദനീയമല്ല. മൂന്നാമതായി അൽ അർജാ ബയ്യിനുൻ അർജുഹാ, അതിന്റെ മുടന്തുകൾ, ആ മുടന്ത് വ്യക്തമായി കാണുന്നുണ്ട്. അങ്ങനെ വ്യക്തമായി കാണുന്നുണ്ടെങ്കിൽ, ന്യൂനത വ്യക്തമായി കാണുന്ന ഒരു മൃഗം, അതിനെ പിടിച്ചറക്കാൻ പാടില്ല. അത് അനുവദനീയമല്ല ഉളുഹിയ്യത്തിന്. അതേപോലെ തന്നെ പൊട്ടിയതായ കാര്യങ്ങൾ, മച്ച വെളിവായി കൊണ്ട് പൊട്ടിയെന്നാൽ വീണ്ടും അത് വലുതായി വരാത്ത രൂപത്തിൽ പൊട്ടിയിട്ടുള്ളത് ഒരിക്കലും പറ്റുകയില്ല. ഇനി നിങ്ങൾ ആലോചിച്ചു, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഒരു ബലിമൃഗത്തെ നമ്മൾ വാങ്ങേണ്ടത്. എങ്കിലാണ് നമുക്കത് പുണ്യകരമായി മാറുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ ശ്രേഷ്ഠതകൾ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട് ഹദീസുകളിലൂടെ. നമ്മൾ അത്തരത്തിൽ ബലിമൃഗങ്ങളെ അറുക്കുമ്പോൾ ആ രൂപത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥമായ രൂപത്തിൽ പുണ്യങ്ങൾ നേടിയെടുക്കാൻ ഇത്തരം ദിവസങ്ങളെ നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ആരാധനാ കർമ്മമായ ഒരു കർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യകരമായ കർമ്മങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരിക. നമ്മളെ തഖ്വ എന്താണ് എന്ന് നമ്മളാണ് കാണിക്കേണ്ടത്. ഈ ബലികർമ്മങ്ങളിൽ നമ്മൾ പങ്കാളികളാവുക. ഇബ്രാഹിം നബിയോട് കുട്ടിനെ അറുക്കാനാണ് പറഞ്ഞതെങ്കിൽ അള്ളാഹു നമുക്ക് സമ്പത്ത് നൽകിക്കൊണ്ട് ആ സമ്പത്തിൽ നിന്ന് ഒരു മൃഗത്തെ അറുക്കാനാണ്, അല്ലെങ്കിൽ ഒരു മൃഗത്തിൽ പങ്കാളികളായി അറുക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ പങ്കാളികളാവുക. അങ്ങനെ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം നമ്മൾ വാങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉളുഹിയ്യത്തെ കർമ്മം നിർവഹിക്കുന്ന അത്തരം തഖ്വയുള്ള ഭക്തന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലൈഹി. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اتقوا الله عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉപദേശിക്കും. ഉളുഹിയ്യത്ത് അറുക്കുക എന്നുള്ളത്, മൃഗങ്ങളെ അറുക്കുക എന്നുള്ളതാണല്ലോ കാണുന്നത്. ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഒരു മോശപ്പെട്ട കർമ്മമായി നമ്മൾ കാണാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിനെ ആരാണോ ഇഷ്ടപ്പെടാത്തത് എങ്കിൽ അവൻ വിഡ്ഢിയാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അറവ് എന്നുള്ളത് അള്ളാഹു നിശ്ചയിച്ചു എന്ന കാര്യമാണ്. ഇതിനെ നമുക്ക് മോശമായ കർമ്മമായി കാണാൻ പാടില്ല. മറിച്ച് പുണ്യകരമായ കർമ്മമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. ഇനി നോക്കൂ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യത്തിൽ ആരെങ്കിലും ഉളുഹിയ്യത്ത് കർമ്മത്തിൽ പങ്കാളികളാകുന്നുണ്ടെങ്കിൽ അവർക്ക് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലൊന്നാമതായി അത് ഉളുഹിയ്യത്ത് അറുക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമതായി അവർ ശ്രദ്ധിക്കാനുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദുൽഹിജ്ജ മാസത്തിലെ മാസപ്പിറവി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവന്റെ മുടി എടുക്കരുത്, അതേപോലെ നഖങ്ങൾ മുറിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ മാസപ്പിറവി കണ്ടാലുടനെ അയാളുടെ മുടികൾ വെട്ടാനോ അതേപോലെ നഖങ്ങൾ മുറിക്കാനോ പാടുള്ളതല്ല. അതിൽ പുണ്യമുണ്ട്. അപ്പൊ നഖം മുറിക്കാതെ മുടി വെട്ടാതെ ഇരിക്കുക എന്നുള്ളത് ഈ മാസത്തിലെ 10 ദിവസങ്ങളിൽ അയാൾക്ക് പുണ്യകരമാണ്. ആരെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയ്യത്ത് അറുക്കാൻ നിശ്ചയിച്ചിട്ടുള്ള ആളെ സംബന്ധിച്ചിടത്തോളം പുണ്യകരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ അയാൾ അറുക്കാൻ വേണ്ടി കിടത്തുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് കിടത്തേണ്ടത്? സ്വഹാബിമാരിൽ നിന്നും താബിഈങ്ങളിൽ നിന്നുമൊക്കെ അതിന് ഗ്രന്ഥങ്ങളിൽ, ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചു തരുന്ന കാര്യമാണ്. അതിന്റെ ഇടതുഭാഗത്തേക്ക് ചെരിച്ചാണ് കിടത്തേണ്ടത് എന്നുള്ളത്. കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് കിബിലക്ക് നേരെ തിരിച്ചിട്ടാണ് കിടത്തുക. അപ്പൊ തലയുടെ ഭാഗത്തായിരിക്കും അറുക്കുന്ന ആളുടെ കൈ വെക്കുക. അയാളുടെ കാല് വെക്കേണ്ടത് മറ്റേ ഭാഗത്തും ആ മൃഗത്തിന്റെ വലതു ഭാഗത്തായിട്ട് കാല് വെക്കുകയും ചെയ്യും. അങ്ങനെ കാല് വെച്ചുകൊണ്ടാണ് അറക്കുക. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ ബലികർമ്മം നിർവഹിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തന്നെ ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ എന്നും അറുത്ത സന്ദർഭത്തിൽ പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ കിബിലക്ക് നേരെ അഭിമുഖമായി മൃഗത്തെ കിടത്തിക്കൊണ്ടാണ് ബലികർമ്മം നിർവഹിക്കാറുള്ളത് എന്നാണ്. അവിടെ വെച്ചുകൊണ്ട് തന്നെ ബിസ്മില്ല ചൊല്ലുകയും തക്ബീർ ചൊല്ലുകയും ചെയ്തുകൊണ്ടാണ് അറുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അറുത്ത് കഴിഞ്ഞാൽ അതിന്റെ മറ്റുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അറുക്കുന്ന ആൾക്ക് ഈ മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് പ്രതിഫലമായി അറിവിന്റെ കൂലിയായി കൊടുക്കാൻ പാടില്ല എന്നോട്. അറിവിന്റെ കൂലി അല്ലാത്ത രൂപത്തിൽ ഒരാൾക്ക് അവർക്ക് നമ്മൾ കൂലി കൊടുത്തതിന്റെ പുറമെ പിന്നെ മാംസം കൊടുത്തു എന്നുള്ളതിന് കുഴപ്പമില്ല, അത് അനുവദനീയമായ കാര്യമാണ്. കൂലി എന്നുള്ള നിലക്ക് കൊടുക്കാൻ പാടില്ല, അതിന്റെ തോലോ ഒന്നും കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ബലിമൃഗത്തിന്റെ ഒന്നും തന്നെ നമ്മൾ അത് സ്വന്തമായി എടുക്കാൻ പാടില്ല, വിറ്റ് കാശാക്കാൻ പാടില്ല. വിറ്റ് കാശാക്കാൻ പള്ളിക്ക് കൊടുക്കാം, അത് പള്ളിക്കാണ് കാശാക്കണം, അവനാന് വേണ്ടിയിട്ടല്ല.
അതേപോലെ തന്നെ ബലിമൃഗത്തിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾക്ക് കഴിക്കുക എന്നുള്ളതും നിങ്ങൾ അതിൽ നിന്ന് കഴിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വലിയൊരു പാത്രത്തിലേക്ക് ഓരോ മൃഗത്തിന്റെയും കഷ്ണങ്ങൾ ഇട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് അറിഞ്ഞ് 100 ഒട്ടകത്തെ അർത്ഥമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറുത്തത് ഈ ആട് കബ്ശൈനി 2 ആടുകളെയാണ്, അഖ്റൈനി അംലഹൈനി. അത് രണ്ടും എന്താണ്? കാലിന്റെ കളറുകള് വെള്ള കളറും അതേപോലെ തന്നെ കുറെ അല്പം കറുപ്പിനോട് സാമ്യമുള്ള കളറോട് കൂടിയിട്ടുള്ള ഒരാടിനെയാണ് അർത്ഥത്. അഖറനൈനി അതിന്റെ കൊമ്പുള്ള സൈസ് ആടിനെയാണ് അർത്ഥത് എന്ന് പറഞ്ഞാൽ കാണാൻ ഭംഗിയുള്ള നല്ല ഒരു മൃഗത്തെയാണ് അറുത്തത് എന്നാണ് നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് പല ആൾക്കാരും പല മഹല്ലുകളിലും മുജാഹിദ് മഹല്ലുകളിലും എഴുതി വെച്ചിരിക്കാൻ 7000 റുപ്യ 8000 റുപ്യ എന്നിട്ട് ഇതിനു വേണ്ടി 7 ആൾ കൂടിയാൽ എങ്ങനത്തതാ കിട്ടുക എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാര്യം നിശ്ചയിച്ചുകൊണ്ടല്ല നമ്മൾ അതൊന്നും ചെയ്യേണ്ടത്. മറിച്ച് നല്ല ഒരു മൃഗത്തെ നോക്കി ആ മൃഗത്തിന് എത്രയാവുമോ അതിന് 7 ആളുകൾ പങ്കാളികളാക്കി അറുക്കുക എന്നുള്ളതാണ് പുണ്യകരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. മറ്റു നാട്ടിലൂടെയുള്ള ഒരു പ്രചാരമായി കൊണ്ടുവരുന്നതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം നിബന്ധനകളൊന്നും തന്നെ പൂർത്തിയാക്കാതെയാണുള്ളത്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ ഉദ്ഹിയ്യത്ത് കർമ്മം നിർവഹിക്കുന്ന അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലങ്ങൾ വാങ്ങുന്ന ആളുകളായി നമ്മൾ മാറുക. വിശ്വാസികളെ, അള്ളാഹു നമുക്ക് ഇപ്പൊ സമയം തന്നു. ഈ പുണ്യകർമ്മം ചെയ്യാനുള്ള അവിടെ ഈ മാസത്തിൽ ജീവിക്കാനും അത് വാങ്ങാനുമുള്ള സാമ്പത്തിക ശേഷിയും തന്നത് അള്ളാഹുവാണ്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരൊറ്റ ആഴ്ച കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, എപ്പോഴും ചിന്തിക്കേണ്ടത് സൂറത്ത് തൗബയിലെ 55-ാമത്തെ ആഴ്ച. അത് മുസ്ലിം സൊസൈറ്റിയിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ പറ്റിയാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്താണ് അല്ലാഹു പറഞ്ഞത്? ഫലാ തുഅ്ജിബുക അംവാലുഹും വ ഔലാദുഹും. അവരുടെ സമ്പത്തും അവരുടെ മക്കളും നിങ്ങളെ അത്ഭുതപ്പെടുത്താതിരിക്കട്ടെ, ആശ്ചര്യപ്പെടുത്താതിരിക്കട്ടെ. ഇന്നമാ യുരീദുല്ലാഹ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് യുഅദ്ദിബുഹും ബിഹാ ഫിൽ ഹയാത്തിദ് ദുനിയ. അവരുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹു അവരെ ദുനിയാവിൽ ശിക്ഷിക്കാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. അവരുടെ മക്കളെ കൊണ്ട് ദുനിയാവിൽ ശിക്ഷിക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല വതസ്ഹഖ അൻഫുസുഹും വഹും കാഫിറൂൻ. അവർ ഈ ലോകത്ത് നിന്ന് മരിച്ചു പോകുമ്പോൾ കാഫിറായിക്കൊണ്ട് തന്നെ മരിക്കണമെന്നാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതെന്തുകൊണ്ടാണ് ഉദ്ദേശിച്ചത്? നമുക്ക് ദീൻ നൽകി, അള്ളാഹു ഹിദായത്ത് നൽകി, എല്ലാവർക്കും ഖുർആനും സുന്നത്തും എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു, പണം തന്നു, ആരോഗ്യം തന്നു, എല്ലാം നൽകി. എന്നിട്ടും നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന്റെ അടുക്കലുള്ള പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടും പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവാതെ മുസ്ലിം സൊസൈറ്റിയിൽ മുസ്ലിങ്ങളാണ് എന്ന പേര് വെച്ചുകൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഖുർആനിൽ ഈ ആയത്ത് ഇറങ്ങിയിട്ടുള്ളത്. അഥവാ മുനാഫിക്കുകൾ എന്ന് പറയാം. അങ്ങനെയുള്ള ചിന്തയുള്ള ആളുകളെ കുറിച്ചാണ്. അവരാണ് എന്റെ പ്രവൃത്തിയൊക്കെ, ഈ ലോകത്തുള്ള എന്റെ ജീവിതം എന്നുള്ളത് അള്ളാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കാനാണ്. അതുകൊണ്ട് എന്റെ പണം കൊണ്ടും എന്റെ ആയുസ് കൊണ്ടും എന്റെ സമയങ്ങളെ കൊണ്ടും ഞാൻ പരലോകത്തെയാണ് വാങ്ങേണ്ടത്, പരലോകത്തിന്റെ പ്രതിഫലമാണ് വാങ്ങേണ്ടത് എന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുക. ബലികർമ്മങ്ങളിൽ മാത്രമല്ല, എല്ലാ പുണ്യങ്ങളിലും നമ്മൾ പങ്കാളികളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖമായി കിടക്കുന്നവരുടെ അസുഖങ്ങൾ അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. കടത്തിൽ കുടുങ്ങിയവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഒരുപാട് മുസ്ലിമീങ്ങൾ പല രാജ്യങ്ങളിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. അവർക്കെല്ലാം തന്നെ അല്ലാഹു രക്ഷ നൽകുമാറാവട്ടെ. അല്ലാഹു മഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله